ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ കുറേയധികം ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷയായിരിക്കും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പരീക്ഷ അല്ലേ? യെസ്. സോ സെപ്റ്റംബറിൽ വരുമെന്ന് പറഞ്ഞൊരു എക്സാം ആയിരുന്നു, പക്ഷേ സെപ്റ്റംബറിലില്ല. ഒക്ടോബർ 30-നാണ് നിലവിൽ ആ ഒരു പരീക്ഷയുള്ളത്. ഇന്ന് അതിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. കാരണം കഴിഞ്ഞ സിലബസിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു പുതിയ സിലബസിലുണ്ട്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ കാറ്റഗറി നമ്പർ 630/2023 അസിസ്റ്റൻറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നിലവിൽ 3 വേക്കൻസികളാണ് ഉള്ളത്. എങ്കിൽ തന്നെ നമുക്കൊരു ഫസ്റ്റ് റാങ്ക് ഒക്കെ അടിച്ചാൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ, ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ എന്നുള്ളൊരു രീതിയിലാണുള്ളത്. കാരണം നെക്സ്റ്റ് ടേണിൽ വരിക റിസർവേഷൻ കാറ്റഗറിയിലായിരിക്കും, അതിനുശേഷം ഒരു ജനറൽ വരുമായിരിക്കും. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. കണ്ടോ, 30/10/2024 വെനസ്ഡേ ആണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് കേട്ടോ. ഓക്കെ, ഒക്ടോബർ 10-ാം മാസം എന്ന് പറയുന്നത് ഒക്ടോബർ അല്ലേ, ഒക്ടോബർ 30-നാണ് എക്സാം. നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാനുള്ള ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ, എക്സാം എഴുതാൻ റെഡി ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കൺഫർമേഷൻ നൽകുക കേട്ടോ. ദെൻ ഓൺലൈൻ പരീക്ഷയായിരിക്കും, അല്ലെങ്കിൽ OMR പരീക്ഷയായിരിക്കും. 100 മാർക്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും മീഡിയം. 1 മണിക്കൂർ 30 മിനിറ്റ്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 38,985 നിലവിലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. നമ്മൾ ഇതിനേക്കാൾ വലിയൊരു നമ്പർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ ബിടെക്കുകാർക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ MBAക്കാർക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും അല്ലേ? സോ നമ്മൾ വലിയൊരു കൗണ്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ആൾക്കാരും, സാധാരണ ഒരു ടെക്നിക്കൽ എക്സാം എഴുതുന്ന എല്ലാവരും അപ്ലൈ ചെയ്യാൻ സാധ്യതയില്ല, കാരണം വേക്കൻസി കുറവാണ്. ദെൻ എക്സാം കുറച്ച് നല്ല ടഫും ആയിരിക്കും, കുറേയധികം സിലബസ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ഒരു 60,000 ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയില്ല. 38,985 നിലവിൽ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം. നമുക്കതിൻ്റെ സിലബസിലേക്ക് കടന്നു നോക്കാം. സിലബസ് ഡിസ്കസ് ചെയ്താലോ? യെസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിലബസ് പറയുന്നത്. പാർട്ട് 1 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. കണ്ടോ, 40 മാർക്കിന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഓക്കെ, യെസ്. സോ 2 പോസിബിലിറ്റീസ് ആയിരുന്നു ഈ ഒരു സിലബസിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാരും എഴുതുന്നതുകൊണ്ട് തന്നെ എല്ലാ എഞ്ചിനീയറിങ്ങിൻ്റെയും കണ്ടന്റുകൾ വെച്ചിട്ടൊരു സിലബസ്. അതായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം വന്നപ്പോൾ നോക്കിയേ, പാർട്ട് 1-ൽ 40 മാർക്കിന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. അത് ഏത് രീതിയിലാണ്? ലീനിയർ ആൾജിബ്ര 8 മാർക്ക്. കണ്ടോ, മാട്രിക്സ് ആൾജിബ്ര, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, റോ ഇക്ലോൺ ഫോം, ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ദെൻ കാൽക്കുലസ്. കണ്ടോ, കാൽക്കുലസ് 12 മാർക്കിന്. നെക്സ്റ്റ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതാണ് അടുത്ത മൊഡ്യൂള്. ദെൻ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. കണ്ടോ, കറക്റ്റ് പ്രോബബിലിറ്റി നമ്മൾ സാധാരണ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന ഒരു ടൈപ്പ് അല്ലേ? ദെൻ ന്യൂമറിക്കൽ മെത്തേഡ്. കണ്ടോ, ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ടൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഒരു 10 മാർക്ക് മാത്സ് ഉണ്ടാവാറില്ലേ? അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു സിലബസ്. നെക്സ്റ്റ് നോക്കി, എഞ്ചിനീയറിംഗ് ഫിസിക്സ് 15 മാർക്ക്. ഓക്കെ, അത് അപ്ലൈഡ് ഒപ്റ്റിക്സിൽ നിന്നും 5 മാർക്ക്. നെക്സ്റ്റ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിന്നും 5 മാർക്ക്. അവിടെ നമുക്ക് കുറച്ചൊരു ഇലക്ട്രോണിക്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? യെസ്. ദെൻ അതിനുശേഷം അക്വസ്റ്റിക്സ്, അവിടെ ഒരു 5 മാർക്ക്. അങ്ങനെ 15 മാർക്ക് ഫിസിക്സായി. ദെൻ 15 മാർക്ക് കെമിസ്ട്രി. അതിലെന്തൊക്കെയാണ്? കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്. കണ്ടോ, യെസ്. ദെൻ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 5 മാർക്ക്. ദെൻ എൻവയോൺമെൻറ്റ്, അതിൽ നിന്നും ഒരു 5 മാർക്ക്. അപ്പോൾ കെമിസ്ട്രിയും അവിടെ തീർന്നേ. നെക്സ്റ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് MBAക്കാർ ഈ ഒരു പോസ്റ്റിന്. കാരണം ഇതൊരു എഞ്ചിനീയറിംഗ് പോസ്റ്റ് അല്ല അല്ലേ? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ അസിസ്റ്റൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ഒരു മാനേജ്മെൻറ്റ് പോസ്റ്റ് തന്നെയാണ്. സോ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. MBAയുടെ കുറേ അധികം ടോപ്പിക്കുകൾ വരേണ്ട ഒരു ആവശ്യമുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ കണ്ടോ, അവിടെ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ 1 10 മാർക്ക്, മൊഡ്യൂൾ 2 10 മാർക്ക്, ദെൻ മൊഡ്യൂൾ 3 6 മാർക്ക്, ദെൻ മൊഡ്യൂൾ 4 4 മാർക്ക്. ഇവിടെയാണ് കൂടുതൽ അല്ലേ? 6 മാർക്ക് 4 മാർക്ക് എന്നുള്ള രീതിയിൽ 6 മൊഡ്യൂളുകൾ. അങ്ങനെ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷ സിലബസ് മുഴുവനായിട്ടും അങ്ങ് മാറിയെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിക്കുകൾ തന്നെ വളരെയധികം മാറ്റമുണ്ട്. കഴിഞ്ഞ എക്സാമിൻ്റെ സിലബസിലുണ്ടായിരുന്ന മാനേജ്മെൻറ്റ് ടോപ്പിക്കുകളിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുള്ള രീതിയിലാണ്
ഈ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷനും വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ഫ്രഷ് സിലബസ് എന്ന് പറയാം. നിലവിൽ കുറേയൊക്കെ ഉദ്യോഗാർത്ഥികൾ പഴയ സിലബസ് വെച്ച് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ പ്രാവശ്യം സിലബസ് മൊത്തത്തിലങ്ങ് മാറി എന്നുള്ളതാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മൾ പറയാറുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ IEOക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ജസ്റ്റ് എന്ത് ചെയ്യുക, അസിസ്റ്റൻറ്റ് ഡയറക്ടർ കൂടി നോക്കുക, കുറേയധികം ഏരിയാസ് നോക്കുക, നിങ്ങൾക്കത് IEOക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലത്തെ കേസിൽ അങ്ങനെ ഉപകാരപ്പെടാൻ സാധ്യതയില്ല. കാരണം ഇത് മുഴുവൻ ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം സിലബസ് പ്രിൻ്റ് എടുക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. യെസ്, ദെൻ സിലബസ് മുഴുവനായിട്ട് മാറിയതുകൊണ്ട് തന്നെ ഞാനിനി കഴിഞ്ഞ വർഷത്തെ സിലബസ് ഡിസ്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനൊന്നും പ്രാധാന്യമില്ല. ഓക്കെ, അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഈ ഒരു ഇൻഫർമേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാനുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിലബസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്കിനി കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്